ഞാനങ്ങനെ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ ഇപ്പോൾ ആഴ്ത്തക്കിൻ്റെ ഒരു സർവേയിൽ കോൺഗ്രസിന് 13 മുതൽ 15 സീറ്റുകൾ വരെ പറയുന്നു തമിഴ്നാട്ടിൽ. അവിടെ കോൺഗ്രസ് 9 സീറ്റുകൾ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. സി ന്യൂസിൻ്റെ ഒരു സർവേയിൽ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ ചിരാഗ് പാസ്വാൻ LJPക്ക് 4 മുതൽ 6 സീറ്റുകൾ പറയുന്നു. അവിടെ ആകെ LJP 5 സീറ്റിലേ മത്സരിച്ചിട്ടുള്ളൂ. സി ന്യൂസിൻ്റെ ഒരു സർവേയിൽ NDAക്ക് 16-19 സീറ്റുകൾ ഹരിയാനയിൽ പറയുന്നു. ഹരിയാനയിൽ ആകെ 10 സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില ഈ ദിവസം എക്സിറ്റ് പോൾ കഴിഞ്ഞതിന് ശേഷം ഈ പല സർവേകളിലും വരുന്ന ഫാക്ച്വൽ എറർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറേയധികം സോഷ്യൽ മീഡിയയിൽ കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു. ആ ഫാക്ച്വൽ എററുകളൊക്കെ ഏതെങ്കിലും ഫാക്ച്വൽ എറർ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഫാക്ച്വൽ എറർ അല്ല. ആ എറർ അത്രയും NDA സഖ്യത്തിന് അനുകൂലമായ എററാണ്. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഗ്രൗണ്ടിൽ കാണുന്ന നറേറ്റീവുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത കണക്കുകൾ 400 മുകളിലേക്ക് ഒക്കെ പ്രവചിക്കുമ്പോൾ അത് മോഡി പോൾ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിൽ അർത്ഥമുണ്ടോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? അല്ല, അത് ഈ തെറ്റുകൾ അത് ഗ്രാഫിക്കിൽ ഉണ്ടാകാവുന്ന തെറ്റുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ശരിയാണ്, ഇപ്പോൾ എക്സിറ്റ് പോളുകളെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടതില്ല. എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രമുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ എക്സിറ്റ് പോളുകൾ ഒരു ഏകദേശമായിട്ടുള്ള ഒരു ചിത്രം പലപ്പോഴും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. 2004 തെറ്റിപ്പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് 2004 അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് വലിയ ഒരു തെറ്റ് തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേകളാണല്ലോ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കൃത്യമായിട്ട് മിക്ക തെരഞ്ഞെടുപ്പുകളും 100-ൽ 94 തെരഞ്ഞെടുപ്പും അവർ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. ആ എക്സിറ്റ് പോളുകൾ പറയുന്ന അത് വെച്ച് നോക്കിയാൽ അവരുടെ പോലും എനിക്കിത്തിരി പെരുപ്പിച്ച് കാണിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും BJPക്ക് ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റെങ്കിലും കുറയുമെന്നും മിക്കവാറും 272 എത്തില്ല എന്നും ഒരു 250 വരെ താഴാമെന്നൊക്കെയാണ് ഞാൻ എന്തെങ്കിലും റീസൺ വേണ്ടേ അവർ പറയുന്നത്. കൊച്ചുകൂടി എന്തെങ്കിലും റീസൺ വേണ്ടേ? ഇപ്പൊ തരംഗം, ഒരു കൊടുങ്കാറ്റ് എന്ന് പറയാൻ ഒരു കാരണം രഹസ്യമായി ഉണ്ടാവില്ല. അത് 2014 രഹസ്യമായി ഉണ്ടായ കാരണമല്ല, 2019 രഹസ്യമായി ഉണ്ടായ കാരണമല്ല. നാടിനറിയാവുന്ന, നാട് മുഴുവൻ സംസാരിക്കുന്ന ഒന്നിലധികമോ കാരണങ്ങൾ ഈ തരംഗത്തിന് മുമ്പ് ഉണ്ടാകും. ഇത്തവണ അങ്ങ് നാടിന് മൊത്തം അറിയാവുന്ന എന്തെങ്കിലും ഒരു വിഷയമില്ല. ആ വിഷയമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ 2019 മുകളിൽ കവച്ചു വെക്കുന്ന വിജയം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ അത് ചില ലോജിക്കൽ പ്രശ്നമുണ്ടോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? അല്ല, അങ്ങനെ പ്രത്യക്ഷത്തിൽ തോന്നാം. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ തെരഞ്ഞെടുപ്പും ലോക്കലൈസ്ഡ് ആകുമ്പോൾ തന്നെ അപ്പോൾ പോലും BJPക്ക് ഇവിടെ പ്രവർത്തകരുടെ വലിയൊരു, കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, പ്രവർത്തകരുടെ വലിയൊരു പിന്തുണ ഉള്ളതും മാധ്യമങ്ങൾ ഉൾപ്പെടെ അവർക്ക് പണത്തിന്റെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയൊക്കെ അവർ സമാഹരിച്ച പണത്തിന്റെ വലിയൊരു സ്രോതസ്സുള്ളത്, അക്ഷയപാത്രം പോലെ ഉള്ളതുകൊണ്ടും അവർക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നതും, അല്ലാതെ ഞാൻ ഈ EVM-ൽ അട്ടിമറി എന്നല്ല പറയുന്നത്, പക്ഷെ പലതരത്തിൽ ഈ അവർക്ക് കുറച്ച് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ തന്നെ ഒരു ക്ലാസിക് ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഇത്തവണ പോളിംഗ് മെഷീനിൽ എന്തെങ്കിലും തിരിമറി ഉണ്ടാകുമോ എന്നുള്ള ഒരു ചർച്ച 4-ാം തീയതി കോൺഗ്രസ് ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതിനേക്കാൾ എളുപ്പമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇത്രയും 7 ഘട്ടങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തന്നെ ഒരു ഉദാഹരണമാണ്. അവർക്ക് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ ഒത്തിരി പേർക്ക് ഇത്തവണ പോളിംഗ് ബൂത്തുകളിൽ അവിടെ ക്യൂ നിന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കുറെ അതൊക്കെ പ്രതിപക്ഷത്തിന്റെ വോട്ടുകളാണ് പോകാൻ സാധ്യത. കാരണം ഈ സ്വിംഗ് വോട്ടുകളൊക്കെ വരുമ്പോൾ ഈ BJPയുടെ കേഡർ വോട്ടുകളൊക്കെ അങ്ങനെ വരുമ്പോൾ പോൾ ചെയ്യും. പിന്നെ ഒത്തിരി പേരുകൾ വെട്ടിയതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഉത്തർപ്രദേശിലൊക്കെ ഒത്തിരി മുസ്ലിം ജനതമിഡമായ പോളിംഗ് ബൂത്തുകളിൽ അവരെ പോൾ ചെയ്യിക്കാതിരിക്കാനുള്ള പണ്ടുകാലത്തൊക്കെയുള്ള ഈ കയ്യൂക്ക് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ BJP ഇതുപോലെയുള്ള എല്ലാ ചെറിയ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ശ്രീ മുസ്തഫ പറഞ്ഞൊരു കാര്യം എന്തായാലും അതിനോട് പ്രതികരിക്കാതെ വയ്യ. അദ്ദേഹം പറഞ്ഞു 77-ൽ 20 സീറ്റ് കോൺഗ്രസിന് ഇവിടെ അല്ലെങ്കിൽ UDFന് ഇവിടെ കിട്ടി, LDFന് കിട്ടിയില്ല എന്ന് 0 കിട്ടിയത്. എന്നാൽ ഉത്തരേന്ത്യയിൽ നേരെ തിരിച്ചാണ് കോൺഗ്രസിനെ തോൽപ്പിച്ച് ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണ് ചെയ്തത്. ഇപ്പോൾ പലരും ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ ഒരു ഫാഷിസ്റ്റ് ഭരണം അല്ലെങ്കിൽ പലതരത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. എനിക്കതിലൊന്നും തർക്കമില്ല. പക്ഷേ
ഈ 77-ൽ ജനതാ പാർട്ടിക്ക് 352 സീറ്റ് കിട്ടി കോൺഗ്രസ് തോറ്റതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് സഞ്ജയ് ഗാന്ധി നടത്തിയ വന്ധ്യംകരണ സ്റ്റെറിലൈസേഷൻ ഡ്രൈവാണ്. അത് കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും ഉണ്ടായില്ല, അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഉണ്ടായത്. ജനങ്ങൾക്ക് എപ്പോഴാണോ അവർക്ക് ഈ ഏകാധിപത്യം അവരുടെ ജീവിതത്തെ വളരെ പ്രത്യക്ഷമായിട്ട് ബാധിക്കുന്നത്, അതുവരെ നരേന്ദ്രമോദി ഇതുപോലെയുള്ള പൊടിക്കൈകൾ ചെയ്ത് ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ജഡ്ജിമാരെ ഉൾപ്പെടെ സ്വാധീനിച്ച് പല കാര്യങ്ങൾ ചെയ്താലും അത് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്തിടത്തോളം കാലം അവർക്ക് അതൊരു പ്രശ്നം, അതിന്റെ പേരിൽ വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല. അതാണ് ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ, CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്കും അവർക്ക് കോൺഗ്രസിനെയോ CPM-നെയോ ജയിപ്പിക്കേണ്ട ഒരു ബാധ്യതയുമില്ല. കോൺഗ്രസ് നന്നായിട്ട് പ്രവർത്തിച്ചാൽ, ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് ഇത്തവണ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഇന്ത്യ മുന്നണി സ്ഥാപിച്ച നിതീഷ് കുമാർ ആ മുന്നണിയിലുണ്ടോ? ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ജയിക്കാൻ ഇപ്പോൾ പരീക്ഷയുടെ തലേദിവസം പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് പരീക്ഷയിൽ കറക്കി കുത്തി ആൻസർ ചെയ്ത് ജയിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അതുപോലെ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു പാർട്ടിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ്, അദ്ദേഹം പ്രധാനമന്ത്രിയാവണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ഉത്തരം പറയാനാണ് സാധ്യത. ഇപ്പൊ നേരിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു നേതാവ്, മോദി വേഴ്സസ് ഹൂ എന്നുള്ളതായിരുന്നു ചോദ്യം. ആരാണ് ഓൾട്ടർനേറ്റീവ്? ആ ചോദ്യത്തിന് ഇന്ത്യ സെക്രട്ടറി മറുപടി ഉണ്ടായില്ല. ഞാൻ വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.